പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ് അല്ലേ. ഒരു വീട്ടിലെ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇതൊക്കെയാണ് പറയുക. പലപ്പോഴും ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരാളാണ്, ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്ന ഒരാളാണ് ആര്? അച്ഛനെവിടെ ഇല്ലല്ലോ. നമ്മുടെ ബന്നമാഷ് പോയോ ഇവിടെ? ബന്നമാഷിൻ്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ, കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട്, വായിച്ചതല്ല കേട്ടതാണ്. നമ്മുടെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ വരൂ അരികിലിരിക്കൂ. മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോൾ? അസാധ്യമായൊരു സ്റ്റോറിയാട്ടോ. ഒരച്ഛനാ, ഒരു വീട്ടിൽ ഇങ്ങനെ അനാഥനാകുന്ന ഒരു അച്ഛനെ കുറിച്ചാണ്. അയാൾ കുറേ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ച് അങ്ങനെ അയാളുടെ ചോരയും നീരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിൻ്റെ മൂലയിലാവും. അതാണ് സ്റ്റോറി. ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ. ഈ പ്രപഞ്ചത്തിലെ, നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ. എന്താണ് കഥകാരന് അവസാനം പറയാ? പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ്. മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം, പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ അല്ലേ. ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഒരു പാചക മത്സരമാണ്. അപ്പോൾ ഒരു കുട്ടി, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം. ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത്. 1 മിനിറ്റൊക്കെ കൊടുത്തിട്ടാണ്, 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം. അപ്പോൾ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല. അവൾ ഓടുന്ന എങ്ങോട്ടാ? അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം, നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ അല്ലേ. നമ്മളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അപ്പയില്ലേ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയില്ലേ? ഇവിടെ എന്താ പറയുക? കമ്മ്യൂണിസ്റ്റ് അപ്പ. പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു. അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നൊരു ചെടിയായിരുന്നു എന്ത്? അപ്പ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേര് കിട്ടി. ശരിക്കും അതിൻ്റെ നിറം ചുവപ്പല്ല, പച്ച. ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ? നമുക്ക് അറിയാമല്ലോ അല്ലേ? പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാണ് അല്ലേ. അപ്പ. അപ്പ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാം? അപ്പ. നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളില്ലേ, അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിൻ്റെ ഉള്ളിലെ പച്ചമരുന്നിൻ്റെ പേരാണ് അപ്പ. ആ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട്. അപ്പ. ബൈബിളിൽ ദൈവത്തിന് പറയുന്ന പേര് പോലും എന്താ? അപ്പൻ എന്നാണ്. അപ്പ, ഫാദർ എന്നാണ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ. പിതാവ്. ആരെങ്കിലും അങ്ങനെ വിളിക്കുക? പിതാവേ എന്ന് വിളിക്കും, വാപ്പച്ചി എന്ന് വിളിക്കും. നിങ്ങളൊക്കെ എന്താ വിളിക്കുക? വാച്ചി എന്നല്ലേ ഇവിടെ വിളിക്കുക അല്ലേ?
നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചി എന്നല്ല, എന്ത് രസമുള്ളൊരു വിളിയാണതില്ലേ, വാച്ചി വാച്ചി. വാപ്പച്ചിയാണ്, അപ്പാ പോയി, വാച്ചി. അപ്പച്ചി എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. ആ വിളിയിൽ ഏറ്റവും രസമുള്ള വിളിയാണ് അപ്പ. കാരണം അതിനകത്ത് ഇതുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിപ്പോയി. ആർക്കും വേണ്ട. വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവണ ഒരരക്ഷിതത്വമുണ്ട്. അപ്പ സങ്കടങ്ങളൊന്നും പറയൂല കേട്ടോ. പുരുഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വിഷമം വന്നാൽ ആരോടും പറയുമൊന്നുമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ചെന്ന് ചോദിച്ചോളൂ, പറയൂല. എത്ര നിർബന്ധിച്ചാലും പറഞ്ഞു തരില്ല. അവസാനം പറയും എനിക്കൊരു സ്വസ്ഥത തന്നാൽ മതി എന്നൊക്കെ പറയും, അല്ലേ? കാരണം ഒരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അതെല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ നേരെ തിരിച്ചാണ്, അല്ലേ? ഒരു വിഷമം വരുമ്പോൾ അവൾക്കത് പറയാന്നുള്ളതാണ് ഒന്നാമത്തെ മരുന്ന്. ആരോടെങ്കിലും ഒന്ന് പറയണം. പറയണ എന്തിനാ? പരിഹാരം കിട്ടാനൊന്നുമല്ല കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണത്. സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സങ്കടങ്ങളെ സ്വീകരിക്കുന്നത്. പുരുഷനൊരു സങ്കടം വന്നാൽ അവൻ ആരോടും പറയുന്നില്ല, അവനതിനൊരു പരിഹാരം കിട്ടണം, അത്രയേ ഉള്ളൂ. പരിഹാരം കിട്ടുന്നത് വരെ അവനൊരു ഗുഹയുടെ അകത്തേക്ക് കയറുന്നത് പോലെയാണ്. അത് വണ്ടിയിൽ ഇരിക്കലാവാം, പുതപ്പിൻ്റെ ഉള്ളിലാവാം, റൂമിൻ്റെ ഉള്ളിലാവാം, എവിടെങ്കിലും അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ആരും വരരുത്. മക്കളോട് പോലും ദേഷ്യപ്പെടും. പലപ്പോഴും മക്കളെ അടിച്ചിട്ടുള്ളത് മക്കളുടെ കുഴപ്പം കൊണ്ടാണോ? നമ്മുടെ ദേഷ്യം കൊണ്ടല്ലേ? അല്ലേ? അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക? അപ്പക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നുകൊണ്ട് അടിച്ചിട്ടോ എന്നാ പറയുക. മക്ക കിട്ടിയ അടി മുഴുവനും അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവർ കുട്ടികളായതുകൊണ്ട് അതൊക്കെ ചെയ്യായിരിക്കും. കുഴപ്പങ്ങൾ വരും, കുസൃതികൾ വരും, കുരുത്തക്കേടുകൾ വരും. പക്ഷെ അടിച്ചത് എന്തുണ്ടാ? നമ്മുടെ ദേഷ്യം കൊണ്ടാണ്. ദേഷ്യം ഉണ്ടായത് എവിടുന്നാ? ചിലപ്പോൾ ആ കുട്ടി അതിനൊരു കാരണക്കാരനേ ആകില്ല. പുറത്തുനിന്നുണ്ടായ ദേഷ്യമായിരിക്കും, കച്ചവടത്തിലുണ്ടായ ദേഷ്യമായിരിക്കും, സ്റ്റാഫിൻ്റെ അടുത്തു നിന്നുണ്ടായ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരോടെങ്കിലും ഉണ്ടായ ദേഷ്യം. നമ്മൾ പറഞ്ഞേ എന്തേനും നമ്മൾ പറഞ്ഞെന്തേനും അപ്പയല്ല എവിടെ നിന്നൊക്കെ പോന്നിട്ട് എന്തിനു പറഞ്ഞ കുട്ടികളെ അടിക്കുന്ന